സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ അങ്ങനെ അവസാനം നമ്മുടെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച അതിനേക്കാൾ കൂടുതൽ ആഗ്രഹിച്ച രീതിയിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് കുറച്ച് സൈനിങ്സ് വന്നിരിക്കുകയാണ്. കുറച്ചൊന്നും പറയാനില്ല, 2 സൈനിങ്സ് ആണ് ഇപ്പോൾ ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടുള്ളത്. ഒരു ഫോറിൻ പ്ലെയറും ഒരു ഇന്ത്യൻ പ്ലെയറും. അതിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഫോറിൻ സൈനിങ് ആയിട്ടുള്ള ഡ്യൂസൻ ലെഗറ്റോറിനെ പറ്റിയാണ്. നമുക്കറിയാം ഈ സീസണിൽ അലക്സാണ്ടർ കൊയ്ഫിന് പകരമായിട്ടാണ് ലെഗറ്റോർ നമ്മുടെ ടീമിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതാണ്ട് ആ രീതിയിൽ തന്നെ ഒരു സെൻട്രൽ ബാക്ക് അല്ലെങ്കിൽ ഒരു ഡിഫൻസീവ് മിഡ് തുടങ്ങിയ പൊസിഷൻസിലാണ് പ്രീവിയസ് സീസൺസിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കഴിഞ്ഞ സീസണിലെയും അതിന് മുൻപുള്ള സീസണിലേക്ക് മാച്ചുകൾ കണ്ടതിന് ശേഷമാണ് നമ്മൾ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സൈനിങ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു സൈനിങ്ങിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ, നമുക്ക് ഇതിലും വീക്കായിട്ടുള്ള മറ്റ് പൊസിഷൻസ് ഉണ്ടായിരുന്നില്ലേ, അവിടേക്കായിരുന്നില്ലേ സൈനിങ്സ് വേണ്ടിയിരുന്നത്. ഇതിപ്പോൾ നമ്മൾ അലക്സാണ്ടർ കൊയ്ഫിനെ നോക്കുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ഗെയിം സ്റ്റൈൽ വെച്ചിട്ട് ഒരു സെന്റർ ബാക്ക് ആയിട്ടാണെങ്കിലും ഒരു DMF അല്ലെങ്കിൽ ഒരു സെന്റർ മിഡ് റോളിലൊക്കെ ആണെങ്കിലും വലിയ രീതിയിലൊരു റോള് ഗെയിം സ്റ്റൈലിൽ കൊയ്ഫിനും ഉണ്ടായിരുന്നില്ല. സോ അങ്ങനെ ഇരിക്കെ എന്തിനാണ് ഈ ഒരു പ്ലെയറിനെ കൊണ്ടുവന്നത് എന്നുള്ളൊരു ചോദ്യം എന്തായാലും ഉണ്ടാവും. സോ ഈ ഒരു പ്ലെയറിന്റെ മാച്ചസ് ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്കും ആ രീതിയിൽ തന്നെ എവിടേക്കോ ഈ സീസണിലേക്കുള്ള ഒരു സൈനിങ് ആയിട്ട് തോന്നുന്നില്ല. ഒരു പക്ഷേ വരുന്ന കോച്ചിന് ആപ്റ്റ് ആവുന്ന രീതിയിലൊരു സെൻറ്റർ ബാക്ക് ആയിട്ടോ ഒരു ഡിസ്ട്രോയർ ആയിട്ടോ കളിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കാം വരുന്ന സീസണുകളിലേക്ക് അദ്ദേഹം സൈൻ ചെയ്തിട്ടുണ്ടാവാം. എന്തായാലും നിലവിലെ സീസണിൽ മിലോസ് ഈ ഒരു ഫോമിൽ കളിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിഫൻസീവ് മിഡായിട്ട് സബ്ബൊക്കെ ആയിട്ടായിരിക്കാം കൂടുതൽ ഇദ്ദേഹത്തെ കാണാൻ സാധിക്കുക. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നുള്ളത് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഈ ഒരു പ്ലെയർ നമ്മൾ ഡിഫൻസീവ് മിഡായിട്ടും അതുപോലെ തന്നെ സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള മാച്ചുകൾ കണ്ടതിന് ശേഷം ഇപ്പോൾ നിലവിൽ ആവശ്യമായുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു ഡിഫൻസീവ് മിഡ് ഉണ്ട്. ഒരു ഡീപ് പ്ലേയിങ് പ്ലേ മേക്കർ ആയിട്ടുള്ള പാസുകൾ നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന, ഫ്രണ്ടിലേക്കൊക്കെ നല്ല രീതിയിൽ പാസ് സപ്ലൈ ചെയ്യുന്ന അത്തരത്തിൽ ഒരു ജാഹു ടൈപ്പ് ഓഫ് ഒരു പ്ലെയറിനെയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതും. പക്ഷേ ആ ഒരു രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിട്ട് തോന്നിയില്ല. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ വിത്ത് ദ ബോളുള്ള പെർഫോമൻസിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ എനിക്ക് അത്ര ഒരു കോൺഫിഡൻസ് ഇദ്ദേഹത്തിൽ ഫീൽ ചെയ്തില്ല. ബോൾ ഹാൻഡിൽ ചെയ്യുന്ന കാര്യമാണെങ്കിലും ഒരു ഡിഫൻസീവ് മിഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മധ്യനിരയിൽ കളിക്കുന്ന സമയത്ത് അവിടെ നിന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ബോൾ കൊണ്ടുള്ള മൂവ്മെന്റ്സ് ആണെങ്കിലും പാസിംഗ് റേഞ്ച്, പ്രത്യേകിച്ചും ലോങ് ബോളുകൾ, ആ ലോങ് ബോൾ സിറ്റുവേഷൻസ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ടീമുകളും കളിക്കുന്നത് വളരെ കുറവാണ്. പക്ഷേ ഇദ്ദേഹം കളിച്ചിട്ടുള്ള കുറച്ച് ലോങ് ബോൾ നോക്കുകയാണെങ്കിൽ അതെല്ലാം ഈ പറഞ്ഞ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ജാഹു ടൈപ്പ് എന്ന് പറയാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ലോങ് ബോൾസ് ഒന്നും ഇദ്ദേഹം കളിക്കുന്നത് കണ്ടിട്ടില്ല. കരിയർ ഹൈലൈറ്റ്സ് എടുത്ത് നോക്കുമ്പോൾ 1-2 ലോങ് ബോൾ ബോക്സിനകത്തേക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു മാച്ച് ഫുള്ളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതലും ഇദ്ദേഹം അടുത്തുള്ള പ്ലേയേഴ്സിന് പാസ് കൊടുക്കാൻ പറ്റുന്ന സേഫ് ആയിട്ടുള്ള ഓപ്ഷൻസ്, മൈനസ് പാസുകൾ, അങ്ങനെയുള്ള പാസുകളിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതുപോലെ തന്നെ ബോൾ ഹാൻഡിൽ ചെയ്യുന്ന കാര്യമാണെങ്കിൽ ഇപ്പോൾ ഡ്രിബിളിംഗ് എബിലിറ്റി അല്ലെങ്കിൽ പന്ത് കൈവശം വെക്കാനുള്ള ആ ഒരു കോൺഫിഡൻസ്, അതൊക്കെ നോക്കുകയാണെങ്കിലും ഒരു ക്രൗഡഡ് സിറ്റുവേഷൻസിലേക്ക് ഒരു കൺജസ്റ്റഡ് ഏരിയയിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നഷ്ടപ്പെടുത്താനും എറേഴ്സ് വരുത്താനും പന്ത് അത്ര നന്നായിട്ട് കീപ്പ് ചെയ്യാനും പറ്റുന്ന ഒരു പ്ലെയറിനെ പോലെ ഫീൽ ചെയ്തില്ല. ഇതേ മെയിൻ ആയിട്ട് ഒരു ഡിഫൻസീവ് ഇപ്പോൾ DMF ആയിട്ട് കളിക്കാൻ തന്നെ ഒരു ഡിസ്ട്രോയർ ടൈപ്പ് എല്ലായിടത്തും നിന്ന് ഡിഫെൻഡ് ചെയ്യുന്ന, ഏരിയൽ ബോൾസ് ഡിഫെൻഡ് ചെയ്യുന്ന, ഇപ്പോൾ സെൻറ്റർ ബാക്ക് ആയിട്ടാണെങ്കിലും അത്യാവശ്യം ഫിസിക്കുള്ള ഒരു CB മെറ്റീരിയൽ, ഒരു സെൻറ്റർ ബാക്ക് മെറ്റീരിയൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലാണ്. ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് ഇതിൻ്റെ ഗെയിംസിൽ പറയുകയാണെങ്കിൽ ഈ രീതിയിൽ പറയാം. സോ കുറ്റം മാത്രം ഉള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഈ പറഞ്ഞ വിത്ത് ദ ബോൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഷോർട്ട് പാസിങ് അല്ലെങ്കിൽ അടുത്തുള്ള പ്ലേയേഴ്സിന് കൊടുക്കുന്ന പാസുകളാണെങ്കിലും ഇപ്പോൾ സെൻറ്റർ ബാക്ക് സിറ്റുവേഷൻസിൽ അദ്ദേഹം കളിക്കുന്ന സമയത്താണെങ്കിലും ബിൽഡപ്പിലൊക്കെ മാക്സിമം ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ സൈഡ് വൈസ് പാസിങ്ങും അടുത്ത് നിൽക്കുന്ന പ്ലെയറിന് പാസ് കൊടുക്കാനൊക്കെയാണ്. പക്ഷേ ചില സിറ്റുവേഷൻസിൽ അദ്ദേഹം ഗ്യാപ്സ് പിക്ക് ചെയ്ത് പാസുകൾ കൊടുക്കുന്നുണ്ട്. അത് ബിൽഡപ്പിന് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മിലോസ് ആണെങ്കിലും കൊയ്ഫ് ആണെങ്കിലും അത്തരത്തിലുള്ള പാസുകൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. സോ ആ രീതിയിൽ തന്നെ ചിലപ്പോൾ 2 പ്ലേയേഴ്സ് ഫ്രണ്ടിലുണ്ടാവും, അവർക്ക് നടുവിലായിട്ട് സ്പേസ് കണ്ടെത്തി ടീമിൽ ഒരു പ്ലെയർ ഉണ്ടാവും, ആ പ്ലെയറിലേക്ക് കൃത്യമായ രീതിയിൽ ഗ്രൗണ്ട് പാസ്, സിമ്പിൾ ആയിട്ടുള്ള ഗ്യാപ്സ് പിക്ക് ചെയ്തിട്ടുള്ള പാസുകൾ അദ്ദേഹം വെച്ചു കൊടുക്കുന്നുണ്ട്. അത് ഡിഫൻസീവ് മിഡായിട്ട് കളിക്കുന്ന സിറ്റുവേഷനിലാണെങ്കിലും പന്ത് സ്വീകരിച്ച ശേഷം സെൻട്രൽ ബാക്സിൽ നിന്ന് സ്വീകരിച്ച ശേഷം ഒരു സേഫ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിന് ട്രൈ ചെയ്യും. അല്ലാത്ത പക്ഷം ഈ പറഞ്ഞ ഗ്യാപ്പിൽ നിൽക്കുന്ന പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ അവരിലേക്ക് പാസുകൾ എത്തിക്കാൻ, കൃത്യമായ രീതിയിൽ എത്തിക്കാൻ അതിന് സാധിക്കുന്നുണ്ട്. സോ ആ ഷോർട്ട് പാസിംഗ് ലോങ് ബോളുകളെക്കാൾ കൂടുതൽ അദ്ദേഹം കോൺഫിഡൻ്റ് ആവുന്നതും എനിക്ക് ഏറ്റവും അധികം ഇംപ്രസീവായിട്ട് തോന്നിയതും ഈ പറഞ്ഞ ഷോർട്ട് പാസിംഗും അടുത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം കൊടുക്കുന്ന പാസുകളൊക്കെയാണ്. അതുപോലെ തന്നെ ചില പ്രഷറൈസ്ഡ് സിറ്റുവേഷൻസ്, ഇപ്പോൾ പന്ത് പെട്ടെന്ന് 1-2 പേര് ക്ലോസ് ഡൗൺ ചെയ്യാൻ വരികയാണെങ്കിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ക്ലിയറൻസിലേക്ക് പോവേണ്ട സിറ്റുവേഷൻസിലോ അത് അദ്ദേഹം കൺവേർട്ട് ചെയ്ത് പാസ്സാക്കി മാറ്റുന്ന, ഒരു കാമായിട്ട് കളിച്ച് അത് പാസ്സാക്കി മാറ്റുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. കൺജസ്റ്റഡ് ഏരിയ അല്ലെങ്കിൽ ക്രൗഡഡ് ഏരിയയിലേക്ക് വരുമ്പോഴും പന്ത് നഷ്ടപ്പെടുത്താൻ പറ്റുന്ന സിറ്റുവേഷനിലും അത് എങ്ങനെയെങ്കിലേക്ക് ഒരു ഷോർട്ട് പാസ്സാണ് കൂടുതലും അടുത്തുള്ള ഒരു പ്ലെയറിനെ കണ്ടെത്തുന്ന ടൈപ്പ് ഓഫ് പാസുകൾ കളിച്ചിട്ട് ഓപ്പൺ ടീം ഇന്റർസെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോവാതെ ഹാൻഡിൽ ചെയ്യാൻ ഇതിന് സാധിക്കുന്നുണ്ട്. സോ വിത്ത് ബോൾ അത്ര കംഫർട്ടബിൾ അല്ല എന്ന് പറയുമ്പോഴും ഷോർട്ട് പാസിംഗ്, അടുത്തുള്ള പ്ലേയേഴ്സിന് പാസ് കൊടുക്കുക, ബിൽഡപ്പിൽ ഗ്യാപ്സ് പിക്ക് ചെയ്ത് ആ ഒരു ബിൽഡപ്പ് മുന്നോട്ട് കൊണ്ടുപോകുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിത്ത് ബോൾ അല്ലെങ്കിൽ ഒഫൻസീവിൽ അദ്ദേഹം കൊടുക്കുന്ന ഒരു സപ്പോർട്ട് പിന്നെ വരുന്നത് സെറ്റ് പീസുകളുടെ രൂപത്തിലാണ്. നിങ്ങൾ അദ്ദേഹത്തിന്റെ കരിയർ ഹൈലൈറ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളതും ഈ കോർണേഴ്സ്, ഫ്രീ കിക്സ്, ലോങ് ത്രോ തുടങ്ങിയ സിറ്റുവേഷൻസിൽ അവിടെ ബോക്സിനകത്തൊരു നല്ല പ്രസൻസ് ആണ്. അവിടെ ഹെഡറുള്ള ഗോളുകളുണ്ട്, അല്ലാതെ ബോക്സിനകത്ത് കൃത്യമായ പോർഷനിൽ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് നേടുന്ന ഗോളുകളൊക്കെ ഉണ്ട്. സോ സെറ്റ് പീസിൽ നല്ലൊരു അസറ്റ് ആയിരിക്കും ഏതൊരു സെൻറ്റർ ബാക്കിനെയും പോലെ ആ ഒരു ബോക്സിനകത്തേക്ക് വരാനും അവിടെ നിന്ന് ഒരു പക്ഷേ ഗോളുകളിലേക്ക് സ്കോർ ചെയ്യാനും ആ രീതിയിൽ എബിലിറ്റി ഉള്ള
ഒരു പ്ലെയർ കൂടിയാണ് ദുസാൻ ലഗറ്റോ. സോ ഇനി ഇവിടെ ഇതിന്റെ ഡിഫൻസീവ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ അവിടെ അദ്ദേഹം പെർഫോം ചെയ്യുന്ന സ്ട്രെങ്ത് ആയിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത് ഇതിന്റെ കവറിംഗ് അല്ലെങ്കിൽ ഗെയിം റീഡിംഗ്, ആന്റിസിപ്പേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം റീഡിംഗ് ഉള്ള, അടുത്ത മൂവ്മെന്റ് എന്താവും എന്നുള്ളത് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഗെയിം റീഡിംഗ് സെൻസ് വെച്ചിട്ട് തന്നെ ഡിഫൻസീവ് ആക്ടുകൾ പെർഫോം ചെയ്ത് ഇന്റർസെപ്ഷൻസും ബ്ലോക്സും ക്ലിയറൻസ് ഒക്കെ ചെയ്യുന്ന ആ ലെവൽ ഓഫ് ഡിഫെൻഡിങ് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അത് തീർച്ചയായിട്ടും സെൻറ്റർ ബാക്ക് ആയിട്ട് കളിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിലും DMF ആയിട്ട് കളിക്കുന്ന സിറ്റുവേഷൻസ് ആണെങ്കിലും സെയിം രീതിയിൽ നമുക്ക് ആ ഒരു കവറിംഗ് അല്ലെങ്കിൽ ആ ഒരു ആന്റിസിപ്പേഷൻ, ഗെയിം റീഡിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിഫൻസീവ്ലി അതായത് വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ ആദ്യമേ പറഞ്ഞത് ഡിഫൻസീവ് കവറിങ്ങിനെ പറ്റിയാണ്. ഇപ്പോൾ ഡിഫൻസീവ് മിഡായിട്ട് കളിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഇപ്പോൾ ആ ഡിഫൻസീവ് ലൈനിൽ നിന്ന് ഒരു സെൻറ്റർ ബാക്ക് അഡ്വാൻസ് ചെയ്ത് കയറി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം, ഹൈ ബോൾ ഡിഫെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കൗണ്ടർ വരുമ്പോഴൊക്കെ ആ സിറ്റുവേഷനിൽ ആ സെൻറ്റർ ബാക്ക് കയറി പോകുന്ന ഗ്യാപ്പ് ഓപ്പൺ ടീം മുതലാക്കാറുണ്ട്. സോ ഇത്തരം സിറ്റുവേഷനിൽ സെൻറ്റർ ബാക്ക് ഔട്ട് ഓഫ് പൊസിഷൻ ആവുന്ന സിറ്റുവേഷൻസിലെല്ലാം പ്ലേയേഴ്സിൻ്റെ റൺസ് ആ ഗ്യാപ്പിലേക്ക് വരുമ്പോൾ അത് കൃത്യമായ രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്ത് ആ പ്ലെയറിനെ ട്രാക്ക് ചെയ്ത് ആ പ്ലെയറിനൊപ്പം തന്നെ റൺ ചെയ്ത് ചില സിറ്റുവേഷൻസിൽ ആ പ്ലെയറിലേക്ക് വരുന്ന പാസുകൾ ആ പ്ലെയറിലേക്ക് പാസ് വരുന്നതിന് മുൻപേ തന്നെ റിക്കവർ ചെയ്യാനോ അല്ലെങ്കിൽ ആ പ്ലെയറിൻ്റെ പാസ് വന്നതിന് ശേഷം നല്ല രീതിയിലൊരു ഷീൽഡിങ്ങിലൂടെ അല്ലെങ്കിൽ അവിടെ ഒരു കവർ കൊടുത്തിട്ട് ആ ഒരു പ്ലെയറിന് അകത്തേക്ക് കയറാൻ സമ്മതിക്കാത്ത വിധത്തിൽ ഇൻ്റർസെപ്ഷൻസിലേക്കോ റിക്കവറീസിലേക്കോ അദ്ദേഹം പോകുന്നുണ്ട്. സോ ഇത് നമ്മൾ ഡിഫൻസീവ് മിഡ് സിറ്റുവേഷൻസിൽ ഒരുപാട് കാണുന്ന ഒരു കാര്യമാണ്. ഒരു നാച്ചുറൽ സെൻറ്റർ ബാക്കിൻ്റെ ഒരു ടെൻഡൻസി ഇതിനുള്ളതുകൊണ്ട് തന്നെ ആ ലൈനിലേക്ക് എപ്പോഴും അതിൻ്റെ ഒരു എക്സ്ട്രാ കെയർ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഈ സിംഗിൾ ടീമായിട്ട് കളിക്കുന്ന സിറ്റുവേഷൻ ആണ് ഇതിൽ കൂടുതലും കണ്ടുള്ളത്. സോ അവിടെ ആ സിംഗിൾ ടീമിനെ രണ്ട് സൈഡും നല്ല രീതിയിൽ കവർ ചെയ്യാൻ വേണ്ടി ഉണ്ടാവും. സോ അവിടെ എല്ലാം ഈ പറഞ്ഞ പോലെ ഒരു പ്ലെയറിന്റെ പൊസിഷൻ അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പാസ് വരുന്ന മൊമെന്റ് ആന്റിസിപ്പേറ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള ആ ഒരു പ്ലെയറിലേക്ക് അടുത്ത് ക്ലോസ് ഡൗൺ ചെയ്തിട്ട് ഒന്നല്ലെങ്കിൽ ആ ഒരു പ്ലെയർ പന്ത് റിസീവ് ചെയ്തതിന് ശേഷമുള്ള റിക്കവറീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു പ്ലെയറിലേക്ക് പന്ത് എത്തുന്നതിന് മുൻപേ തന്നെ ആ പാസിംഗ് ലൈൻ കട്ട് ചെയ്തിട്ട് ആ ഒരു പന്ത് റിക്കവർ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഇനി സെൻറ്റർ ബാക്ക് ആയിട്ട് കളിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അവിടെയും നേരത്തെ പറഞ്ഞ പോലെ ഈ സെൻറ്റർ ബാക്ക് അതിനൊപ്പം കളിക്കുന്ന വൺ ഓഫ് ദ സെൻറ്റർ ബാക്ക് അഡ്വാൻസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം, ഫുൾ ബാക്സ് റൈറ്റ് ബാക്കോ ലെഫ്റ്റ് ബാക്കോ അഡ്വാൻസ് ചെയ്ത് പോയി പൊസിഷൻ വിട്ടു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. അവിടെ എല്ലാം ഈ പറഞ്ഞ ഒരു എക്സ്ട്രാ കെയറും ആ ഒരു റൈറ്റ് ബാക്കിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു ഫുൾ ബാക്കിൻ്റെയോ ബാക്കിൽ നിന്ന് വരുന്ന ആ ഒരു ഗ്യാപ്പ് ഇദ്ദേഹം ഓടി അടുത്ത് ആ ഗ്യാപ്പ് അടച്ച് അവിടേക്ക് വരുന്ന പ്ലെയറിൽ നിന്ന് പന്ത് റിക്കവർ ചെയ്തെടുക്കുന്ന മൂവ്മെന്റ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓപ്പണന്റ് ടീമിന്റെ ഒരു പ്ലെയർ ഫ്രീ ആയിട്ട് റൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇദ്ദേഹമായിട്ട് ഇടപെട്ട് മാക്സിമം കുറയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആന്റിസിപ്പേഷനൊപ്പം തന്നെ ഗെയിം റീഡിംഗ് അതിപ്പോൾ ഈ കവറിങ്ങിന്റെ രൂപത്തിലല്ലാതെ തന്നെ അദ്ദേഹം ഡിഫൻസീവ്ലി ബെനിഫിറ്റ് ആക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. ഒരു പ്ലെയറിലേക്ക് പാസ് വരും എന്നുള്ളത് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്ലെയറിലേക്ക് പാസ് വരുന്നതിന് മുൻപേ തന്നെ നമുക്ക് ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ആന്റിസിപ്പേഷൻ ആ ഒരു എബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ചില സിറ്റുവേഷൻസിൽ ഗോൾ ലൈൻ സേവുകൾ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്ലെയേഴ്സൊക്കെ അഡ്വാൻസ്ഡ് ആയി ഒരു ഷോട്ട് വരും എന്നുള്ളത് ഷോട്ട് എടുക്കുന്നതിന് മുൻപേ തന്നെ അദ്ദേഹം ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഒരു ഗോൾ സൈഡ് ആ ഒരു പൊസിഷൻ കവർ ചെയ്തിട്ട് സ്ലൈഡിംഗ് ടാക്കിലൂടെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റിക്കവറീസിലൂടെയും കൃത്യമായ പ്രസൻസ് കൊണ്ടുവന്ന് ആ ഒരു ബോൾ ക്ലിയർ ചെയ്യുന്ന മൂവ്മെന്റ്സ് നമ്മൾ കാണുന്നുണ്ട്. സോ ഇതിന്റെ ഏറ്റവും വലിയ ഡിഫൻസീവ് സ്ട്രെങ്ത് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതും ഈ ഗെയിം റീഡിംഗ് സെൻസും ആ ഒരു ആന്റിസിപ്പേഷന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ഡിഫൻസീവ് റിക്കവറീസ് ഒക്കെയാണ്. ഇനി രണ്ടാമതായിട്ട് ഏറ്റവും അധികം ഡിസ്കഷൻ വരുന്ന ഒരു കാര്യമാണ് പേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഒരു സ്പീഡ് എത്രത്തോളം ഉണ്ട്, മിലോസിനേക്കാൾ സ്പീഡ് ഉണ്ടോ, കോയിഫിന്റെ അത്രയും സ്പീഡ് ഉണ്ടോ. സോ ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ സ്പ്രിന്റിങ്ങിനെ പറ്റിയല്ല നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. കൂടുതലും ക്വിക്നെസ്, മൂവ്മെന്റ്സിലുള്ള ക്വിക്നെസ്, ഒരു ബോളിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്സിലറേഷൻ, ഈ വക കാര്യങ്ങളിലെല്ലാം നമുക്ക് ഒരു കോൺഫിഡൻസ് ഇദ്ദേഹം തരുന്നുണ്ട്. അത് ചില ഏരിയാസിൽ എനിക്ക് മിലോസിനേക്കാൾ കൂടുതലായിട്ട് തന്നെ ഫീൽ ചെയ്തു. ക്വിക്കായിട്ട് ടാക്കിൾസ് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റി കൂടി ഇതിനുണ്ട്. അതിൽ ആദ്യമേ പറഞ്ഞ ഈ ഒരു റീച്ച് ചെയ്യുന്ന സിറ്റുവേഷൻ, ഇപ്പോൾ 50-50 സിറ്റുവേഷൻസ് ഒക്കെ ആണെങ്കിൽ ഓപ്പണന്റിനെ ആയിരിക്കും ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവുക. പക്ഷേ ആ ഒരു പ്ലെയറിലേക്ക് ആക്സിലറേറ്റ് ചെയ്ത് ഷോർട്ട് റൺ വെച്ചിട്ട് പെട്ടെന്ന് റീച്ച് ചെയ്ത് ചിലപ്പോൾ ഒരു സ്ലൈഡിംഗ് ടാക്കിൾ വഴിയായിരിക്കാം ആ ഒരു പ്ലെയറിൽ നിന്ന് പന്ത് റിക്കവർ ചെയ്യുന്ന ഇന്റർസെപ്റ്റ് ചെയ്യുന്ന മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഇതേപോലെ തന്നെ ക്വിക്കായിട്ട് ടാക്കിൾ പെർഫോം ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റി ഇത് എനിക്ക് ഫീൽ ചെയ്തു. അത് ബോക്സിനകത്തുള്ള സെൻറ്റർ ബാക്ക് സിറ്റുവേഷൻസിലാണെങ്കിലും DMF സിറ്റുവേഷൻസിലാണെങ്കിലും ഒക്കെ ഈ ക്വിക്ക് ടാക്കിൾസ് വഴി വിൻ ചെയ്യുന്ന മൂവ്മെന്റ്സ്, ഇപ്പോൾ 1-on-1 സിറ്റുവേഷനിൽ ഡയറക്റ്റ്ലി വരുന്ന കോൺടാക്റ്റ് അല്ല, അല്ലാതെ ഓടുന്ന സിറ്റുവേഷൻസിലാണെങ്കിലും പെട്ടെന്ന് അദ്ദേഹം നിൽക്കുന്നൊരു റീച്ചിനനുസരിച്ച് പെട്ടെന്ന് പോയിട്ട് ക്വിക്കായിട്ട് ടാക്കിൾസ് പെർഫോം ചെയ്ത് അത് വിൻ ചെയ്യുന്ന സിറ്റുവേഷൻസ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ടാക്കിൾസ്, പന്ത് റിക്കവർ ചെയ്യുന്ന രീതിയിൽ അത് മാറുന്നുണ്ട്. സോ ക്വിക്കായിട്ടുള്ള ടാക്കിൾസ് പെർഫോം ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് ബോഡി താഴത്തേക്ക് ഇട്ട് ആ ഒരു ടാക്കിൾ പെർഫോം ചെയ്യാൻ പറ്റുന്ന ആ ഒരു സവിശേഷത ഇതിൻ്റെ ബോഡിയിൽ എനിക്ക് ഫീൽ ചെയ്തു. അത് അത്യാവശ്യം സിറ്റുവേഷൻസിൽ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ടാക്കിൾസിനെ സംബന്ധിച്ച് വളരെയധികം ടൈമിംഗ് വേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ആ ഒരു കുറച്ച് ലേറ്റ് ആയി പോയി കഴിഞ്ഞാൽ പന്ത് പോവും, നമ്മൾ ആ ഒരു പ്ലെയറിന്റെ കാലിനായിരിക്കും പിന്നെ ടാക്കിൾ ചെയ്യുന്നത്, നേരെ അത് ഫൗളായിട്ട് മാറും. സോ ഇവിടെയും അതിന്റെ ആന്റിസിപ്പേഷൻ, ഗെയിം റീഡിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിന്റെ ബോഡി കൂടി അനുവദിക്കണം. ചില പ്ലേയേഴ്സിനെ ഈ ബോഡി പല കാര്യങ്ങളിലും ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മിലോസിന്റെ ഒക്കെ കാര്യത്തിലാണെങ്കിൽ സ്പ്രിന്റ് ചെയ്യാനും പേസ് റൺ ചെയ്യാനൊക്കെ അതിന്റെ ഹൈറ്റ് അതിൽ സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ആ ക്വിക്നെസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ ബോഡിയും വരുന്നത്. സോ അത് ഈ പറഞ്ഞ പോലെ ആ ഒരു ക്വിക്കായിട്ടുള്ള മൂവ്മെന്റ്സ്, പ്രത്യേകിച്ചും ക്ലോസിംഗ് ഡൗൺ
ഡൗൺ ആണെങ്കിലും അത് ബോളിനെ റീച്ച് ചെയ്യാനാണെങ്കിലും പെട്ടെന്ന് സ്ലൈഡ് ചെയ്യാനും ടാക്കിൾസ് പെർഫോം ചെയ്യാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ആ ഏരിയാസിലെല്ലാം മിലോസിനേക്കാൾ കുറച്ചുകൂടി ക്വിക്കായിട്ട് എനിക്ക് ലാഗറ്റോറിനെ ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡിഫൻസീവ് എബിലിറ്റിയിൽ ഏരിയൽ ഡിഫെൻഡിങ്, ഹൈ ബോൾ ഡിഫെൻഡിങ്, ഏരിയൽ ഡുവൽസിലുള്ള വിന്നിങ്, ആ വക കാര്യങ്ങളിലെല്ലാം എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഇതിൽ ഫീൽ ചെയ്തു. പ്രത്യേകിച്ചും ഇപ്പോൾ സെൻറ്റർ ബാക്ക് ആയിട്ടാണെങ്കിലും DMF ആയിട്ടാണെങ്കിലും ഹൈ ബോൾ ജഡ്ജ് ചെയ്യാനും ഹൈ ബോളിൽ ടൈമിങ് കറക്റ്റ് ആക്കാനും ആ ഹൈ ബോൾ വിൻ ചെയ്യാനും ഓപ്പണൻറ്റ് കൂടെ ചാടുന്ന പ്ലെയറിനേക്കാൾ അഡ്വാൻറ്റേജ് എടുത്തിട്ട് ആ ഒരു പന്ത് വിൻ ചെയ്യാനും മാക്സിമം ടൈമിൽ അതിന് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ റീസ്റ്റാർട്ട് കിക്കൊക്കെ ഗോൾ എടുക്കുമ്പോഴാണെങ്കിലും ഒരു ഹൈ ബോൾ ലോങ് ബോളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോഴാണെങ്കിലും അത് മിക്ക സമയത്തും വിൻ ചെയ്തത് ഈ ഒരു പ്ലെയർ ആയിരിക്കും. അത് എനിക്ക് അവിടെ ഫീൽ ചെയ്തൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ പോസ്റ്റിലല്ലാത്ത പ്ലെയറിനെ പോലും അദ്ദേഹം ഈ പറഞ്ഞ പോലെ ആ ഒരു ഹൈ ബോളിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് അദ്ദേഹം പോസ്റ്റിന് വിട്ടിട്ട് വന്ന് ചിലപ്പോൾ ഈ പറഞ്ഞ ഏരിയൽ ബോൾസ് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സെൻറ്റർ ബാക്ക് ആണെങ്കിൽ അഡ്വാൻസ് ചെയ്ത് വന്നിട്ട് ഡിഫെൻഡ് ചെയ്യുന്നതാണെങ്കിലും ഡിഫൻസീവ് മിഡ് ആണെങ്കിൽ ആ ഒരു ഏരിയ അദ്ദേഹം കവർ ചെയ്യുന്ന ആ ഒരു ഫുൾ ഏരിയയിൽ എവിടെ ഹൈ ബോൾ വന്നാലും പെട്ടെന്ന് ആ ഒരു പോസ്റ്റിലേക്ക് റീച്ച് ചെയ്ത് ഹൈ ബോളിൽ ഇദ്ദേഹം ആ ഒരു തല വെച്ച് കൊടുക്കുന്നുണ്ട്. സോ ഹൈ ബോൾ ഡിഫെൻഡിങ്, ഏരിയൽ ഡിഫെൻഡിങ് ഇതിൻ്റെ ഒരു വലിയൊരു സ്ട്രെങ്ത് ആയിട്ട് തന്നെ പറയാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫിസിക് അല്ലെങ്കിൽ ഫിസിക്കൽ സ്ട്രെങ്ത് ആണ്. ഡിഫൻഡേഴ്സിനെ സംബന്ധിച്ച് ഫിസിക്കൽ സ്ട്രെങ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ടായാൽ മാത്രം പോരാ, അതെങ്ങനെ യൂസ് ആക്കണം, അത് ഏത് രീതിയിൽ ലീഗലായിട്ട് യൂസ് ആക്കണം എന്നുള്ളത് ഒരു വലിയ ഫാക്ടറാണ്. ഇതിൻ്റെ കാര്യത്തിൽ ഫിസിക്കൽ സ്ട്രെങ്ത് നമ്മളിപ്പോൾ മിലോസിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലും കോയിഫിനെ വെച്ച് കമ്പയർ ആണെങ്കിൽ പ്രത്യേകിച്ചും ഫിസിക്കലി നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. പ്രത്യേകിച്ചും 1-on-1 സിറ്റുവേഷനിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം, ഇദ്ദേഹത്തെ കടന്നു പോയി കഴിഞ്ഞാൽ ഇദ്ദേഹം ആ ഒരു ബോഡി യൂസ് ചെയ്യും. ആ ഒരു ബോളിനും പ്ലെയറിനും ഇടയിൽ ഇതിൻ്റെ ബോഡി പ്ലേസ് ചെയ്ത് ഷീൽഡ് ചെയ്ത് പന്ത് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. സോ അവിടെ ഫിസിക് അദ്ദേഹത്തെ അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏരിയൽ ഡിഫെൻഡിങ്ങിൻ്റെ കാര്യം പറയുമ്പോഴും അവിടെയും ഫിസിക് അദ്ദേഹത്തെ നല്ല രീതിയിൽ ആ ഒരു പ്ലെയറിനെ പുഷ് ചെയ്ത് ഷോൾഡർ ടു ഷോൾഡർ പുഷ് ചെയ്ത് ആ പോസ്റ്റിൽ നിന്ന് ആ ഒരു പ്ലെയറിനെ ഒന്ന് നീക്കി നിർത്തിയിട്ട് കൃത്യമായ രീതിയിൽ ആ ഒരു പന്ത് വിൻ ചെയ്യാനും അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവുന്ന കാര്യമായിരിക്കും, ഇതിൻ്റെ യെല്ലോ കാർഡുകളുടെ ആ ഒരു എണ്ണം അല്ലെങ്കിൽ ഫൗളുകൾ കമ്മിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ടീമിൽ കളിച്ചപ്പോഴാണെങ്കിലും കഴിഞ്ഞ മാച്ചിൽ ഫസ്റ്റ് മാച്ചിൽ തന്നെ ഒരു ഫൗള് അദ്ദേഹം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ഈ ഫിസിക്ക് കുറച്ചധികം ഓവറായിട്ട് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അവിടെ അത് ഫൗളുകളിലേക്കും ഈ പറഞ്ഞ യെല്ലോ കാർഡുകളിലേക്കൊക്കെ പോകുന്നുണ്ട്. സോ അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട. ഫിസിക് ഉണ്ടെങ്കിലും അത് എങ്ങനെ യൂസ് ചെയ്യണം, ഏത് രീതിയിൽ ബെനിഫിറ്റ് ആക്കണം എന്നുള്ളതിനെപ്പറ്റി കുറച്ച് ഒരു പ്രശ്നം ഇതിൻ്റെ ഒരു ഡിഫെൻഡിങ്ങിൽ കാണുന്നുണ്ട്. സോ ചുരുക്കി പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നിലവിലുള്ള ഈ സീസണിലെ ഗെയിം സ്റ്റൈലിൽ പറ്റിയുള്ള ഒരു പ്ലെയർ ആണോ, അവിടെ ഇതിനൊരു പ്രത്യേക റോൾ എടുക്കാൻ പറ്റുമോ, ഒരു വലിയ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതൊന്നും എനിക്ക് വലിയ ഉറപ്പായിട്ട് തോന്നുന്നില്ല. നമ്മൾ ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു ഡീപ് ലൈങ് പ്ലേ മേക്കർ, ജാഹു ടൈപ്പ് ഒരു പാസുകൾ സപ്ലൈ ചെയ്യുന്ന, പാസിംഗ് റേഞ്ച്, ലോങ് ബോളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ അങ്ങനെ ഒരു കളിക്കുന്ന ഒരു പ്ലെയറായിട്ട് ഫീൽ ചെയ്തില്ല. കുറച്ചുകൂടി ഒരു ഡിസ്ട്രോയർ, ഡിഫൻസീവ് എബിലിറ്റീസ് കൂടുതലുള്ള, ഡിഫൻസീവ് ആക്ടുകൾ കൂടുതൽ പെർഫോം ചെയ്യുന്ന, ഡിഫൻസീവിൽ കൂടുതൽ ഇൻവോൾവ് ആവുന്ന ടൈപ്പ് ഓഫ് ഒരു പ്ലെയറാണ്. ഒരു സെൻറ്റർ ബാക്ക് ആയിട്ടും ഒരു പക്ക ഒരു DMF ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറിനെ പോലെ ഫീൽ ചെയ്തു. പക്ഷേ ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. ഇത് ശരിയാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ചിലപ്പോൾ ഒരു പ്ലെയർ ആയിരിക്കാൻ ഇവിടെ വന്ന് വലിയ ചേഞ്ചസ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ആവണം, അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ മിസ്റ്റേക്കായിട്ട് അല്ലെങ്കിൽ ഒരു ക്രിറ്റിസിസമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് വരാൻ അതിന് സാധിക്കുന്നു പ്രതീക്ഷിക്കാം. സ്ട്രെങ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നല്ല രീതിയിൽ ബെനിഫിറ്റ് ആയിട്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി യൂസ് ചെയ്യാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കും. എന്തായാലും ഈ ഒരു പ്ലെയറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ചേർത്ത് ശ്രമിക്കാം. നമുക്ക് മറ്റൊരു കാണാം. ബൈ.